വിവാഹ ചടങ്ങിൽ നിന്നും ഭക്ഷണം കഴിച്ച 45 പേർക്ക് ഭക്ഷ്യവിഷബാധ. പാലക്കാട് പുതുക്കോട് MC പാലസ് ഓഡിറ്റോറിയത്തിൽ നടന്ന കല്യാണ ചടങ്ങിൽ പങ്കെടുത്തവർക്കാണ് ഭക്ഷ്യവിഷബാധയേറ്റത്. കൂടുതൽ ആളുകൾക്ക് ഭക്ഷ്യവിഷബാധയേറ്റതായാണ് വിവരം. ആരോഗ്യവകുപ്പ് അധികൃതർ ഓഡിറ്റോറിയത്തിലെ കുടിവെള്ളത്തിന്റെ സാമ്പിൾ ശേഖരിച്ചു. ചിക്കൻ കടയിലും കാറ്ററിംഗ് സ്ഥാപനത്തിനും പരിശോധന നടത്തുമെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുകയാണ്. അരുൺ, എന്താണ് സംഭവിച്ചത്? ഈ ഭക്ഷ്യവിഷബാധയേറ്റ ആൾക്കാരുടെ ആരോഗ്യനിലയം എങ്ങനെയാണ് ഇപ്പോൾ? സുരേഷ്, ഈ ഭക്ഷ്യവിഷബാധയേറ്റ ആളുകൾ വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടിയിരിക്കുകയാണ്. ഏകദേശം 45 പേർക്കാണ് ഭക്ഷ്യവിഷബാധ ഏറ്റിരിക്കുന്നത്. വിവാഹ വിരുന്നിൽ ഭക്ഷണം കഴിച്ച ആളുകൾക്കാണ് പാലക്കാട് പുതുക്കോട് ഈ ഭക്ഷ്യവിഷബാധ ഉണ്ടായിരിക്കുന്നത്. MC പാലസ് എന്ന വിവാഹ മണ്ഡലത്തിൽ കഴിഞ്ഞ ദിവസമാണ് ഇവർ ഭക്ഷണം കഴിച്ചത്. ഇവരെല്ലാം മൈലാഞ്ചി എന്നുള്ള പരിപാടിയിൽ പങ്കെടുക്കുകയായിരുന്നു. തുടർന്ന് ശനിയാഴ്ച വൈകിട്ട് ഈ മൈലാഞ്ചി ചടങ്ങിൽ പങ്കെടുത്ത് ഭക്ഷണം കഴിച്ചവർക്ക് പിന്നീട് ഛർദിയും വയറിളക്കവും ഉൾപ്പെടെ മറ്റ് അസുഖങ്ങൾ അനുഭവപ്പെടുകയായിരുന്നു. ഇതോടുകൂടെ ആദ്യം ഘട്ടത്തിൽ 1-2 പേരൊക്കെ ആശുപത്രികളിൽ ചികിത്സ തേടി. പിന്നീടാണിത് മനസ്സിലാവുന്നത് കൂടുതൽ ആളുകൾക്ക് ഇങ്ങനെ ഭക്ഷ്യവിഷബാധ ഏറ്റിട്ടുണ്ട് എന്നുള്ളത്. നിലവിൽ ഏതായാലും 45 പേർക്ക് ഭക്ഷ്യവിഷബാധ ഏറ്റിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനിയും ആളുകളുടെ എണ്ണം കൂടാനുള്ള സാധ്യതയും ഉണ്ട് എന്നുള്ളതാണ്. നിലവിൽ ഈ ആരോഗ്യ വിഭാഗത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഈ മണ്ഡപത്തിൽ ഉപയോഗിക്കുന്ന വെള്ളം അത് പരിശോധനയ്ക്കായിട്ട് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫുഡ് സേഫ്റ്റിയും മറ്റും ഇനി പരിശോധന അവിടെ നടത്തും എന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. മാത്രമല്ല ഈ പരിപാടിക്ക് ചിക്കൻ, അത് മാംസം മേടിച്ചത് എവിടെ നിന്നാണ്, ആ മാംസത്തിൽ ഏതെങ്കിലും തരത്തിൽ വിഷബാധ ഉണ്ടായിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ അതിൻ്റെ കാറ്ററിംഗുകാരെ ഉൾപ്പെടെ വിവരം അന്വേഷിച്ച് അതിന് കൂടുതൽ അന്വേഷണം നടത്തുമെന്നുള്ളതാണ് ബന്ധപ്പെട്ട അധികൃതർ പറയുന്നത്. ഏതായാലും പാലക്കാട് വടക്കഞ്ചേരി പുതുക്കോടാണ് ഇത്തരത്തിൽ ഒരു ഭക്ഷ്യവിഷബാധ ഉണ്ടായിരിക്കുന്നത്. 45 പേർക്കാണ് ഭക്ഷ്യവിഷബാധയേറ്റ്. എല്ലാവരെയും പല ആശുപത്രികളിലായി പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. അരുൺ ആലത്തൂരാണ് വിശദാംശങ്ങൾ നൽകിയത്.